بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. സ്നേഹമുള്ള രക്ഷിതാക്കളെ, സഹോദര സഹോദരിമാരെ, ഉമ്മ പങ്കന്മാരെ, പിഞ്ചുമക്കളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുത്തുമുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഒരുപാട് ആളുകൾ പ്രയാസങ്ങൾ മാറാൻ, ബുദ്ധിമുട്ടുകൾ മാറാൻ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. വാട്സപ്പിലും കമൻറ്റ് ബോക്സിലൊക്കെ കണ്ടു. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ മുമ്പൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിരുന്നു, ആയത്തുൽ കുർസി ദിനം പ്രതി 17 പ്രാവശ്യമോ 50 പ്രാവശ്യമോ 150 പ്രാവശ്യമോ 313 പ്രാവശ്യമോ ഓതാൻ പറഞ്ഞിരുന്നു. അത് ഓതിയാൽ പ്രയാസങ്ങൾ മാറും ഇൻഷാ അല്ലാഹ്. അതുപോലെ എല്ലാവരും ആയത്തുൽ കുർസി ചെറിയ 313 ദിവസം ഓതാൻ ഒരാൾക്ക് കൊണ്ട് കഴിയൂല. കഴിയുന്നവർ ഓതുക, അല്ലാത്തവർ കുറഞ്ഞത് നമ്മളത് പറഞ്ഞു 17, 50 ഒക്കെ പറഞ്ഞു. ആ ആയത്തുകൾ ഓതുക ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഖൈറും ബർക്കത്തും പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരുമാറാവട്ടെ. നല്ല ഇഖ്ലാസോട് കൂടി ഓതണം. വെറുതെ ഈ പറഞ്ഞത് കേട്ട് ഉസ്താദന്മാരിങ്ങനെ പറഞ്ഞു തരും. ഒരുപാട് പണ്ഡിതന്മാർ യൂട്യൂബിലൂടെ മജ്‌ലിസ് ക്ലാസുകളിലൂടെ ഇങ്ങനെ പറഞ്ഞു തരും. നമ്മളങ്ങനെ കേൾക്കും. പൊതുവെ വയലിന് പോയാലും ഉസ്താദുമാരിങ്ങനെ വയല് പറയും, നന്നാവേണ്ടത് നന്നാവും. അതേപോലെ തന്നെ യൂട്യൂബ് ഇങ്ങനെ മറിക്കുമ്പോൾ കാണുമ്പോൾ നമ്മളിങ്ങനെ നോക്കും. അല്ലാതെ അത് കേട്ട് കണ്ടിട്ട് പോകുന്നല്ലാതെ അത് ഇഖ്ലാസോട് കൂടി പൊതുവെടുത്ത് ഒഴിഞ്ഞിരുന്ന് ഭക്തിയോടുകൂടി നമ്മളുടെ ഉദ്ദേശങ്ങൾ മുറാദുകൾ ഹാസിലാവണം എന്നുള്ള നിയ്യത്തോടു കൂടി നമ്മുടെ പ്രയാസങ്ങൾ എന്താണോ നമുക്ക് അലട്ടിക്കൊണ്ടിരിക്കുന്ന വിഷമങ്ങൾ ആ നിയ്യത്ത് ചെയ്ത് പറഞ്ഞു തരുന്ന ദിക്റുകളും സ്വലാത്തുകളും ആയത്തുകളും മനസ്സിരുത്തി അല്ലാഹുവിലേക്ക് മനസ്സ് കൊടുത്ത് ഇഖ്ലാസോടുകൂടി ഭയഭക്തിയോടുകൂടി നമ്മൾ ചെയ്യണം. എന്നാൽ അതിന് ഫായിദ കിട്ടും. വെറുതെ കേട്ടുകൊണ്ട് അങ്ങനെ ഇങ്ങനെ ചൊല്ലിയിട്ട് കാര്യമില്ല. ഒഴിഞ്ഞിരുന്ന് നമ്മളത് അതിൻ്റെ ഭക്തിയോടുകൂടി സുബഹിൻ്റെ മുമ്പ് എണീച്ച് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് പോവുക, ചൊല്ലാനുള്ളത് ചൊല്ലുക. ഒഴിഞ്ഞിരുന്നു കൊണ്ട് അതിൻ്റെ ഇടയിൽ സംസാരം അങ്ങനത്തെ ഒരിതും പാടില്ല. നമ്മൾ അള്ളാഹുവിനായിട്ട് ദിക്റുകളിൽ മുഴുകുകയാണ്. അപ്പോൾ അള്ളാഹു അത് ഏറ്റെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഹൃദയത്തിൽ നിന്ന് അത് വരണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഞാൻ
ആദ്യം എന്നോടും പിന്നെ നിങ്ങളോടുമാണ് പറയുന്നത്. നിങ്ങളോട് ഉപദേശിക്കല്ല. ആദ്യം എന്നോടും പിന്നെ നിങ്ങളോടുമാണ് ഞാൻ പറയുന്നത്. ചെല്ലുന്നവരൊക്കെ അങ്ങനെ ചെല്ലണം. പിന്നെ ചെല്ലുന്നതിന് മുമ്പ് നമ്മുടെ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരു 3 സ്വലാത്ത് അല്ലെങ്കിൽ 10 സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് തുടങ്ങുക. സ്വലാത്ത് ചൊല്ലിയതിന് ശേഷം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് 3 പ്രാവശ്യവും ചൊല്ലുക. എന്നിട്ട് നമ്മൾ ദിക്റിലേക്കും നമ്മളെ ഇസ്മുകൾ ചൊല്ലുകയാണെങ്കിൽ ഇസ്മിലേക്കും തുടങ്ങാം. അപ്പോൾ ആയത്തുൽ കുർസി ഓതുകയാണെങ്കിൽ റസൂലുള്ളാഹിന്റെ സ്വലാത്ത് ചൊല്ലുക, 3 പ്രാവശ്യം ബിസ്മി ചൊല്ലുക, എന്നിട്ട് ആയത്തുൽ കുർസി ഓതുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും അല്ലാഹു സ്വലഹത്തായ അമലാക്കി മാറ്റുമാറാവട്ടെ. പിന്നെ ഒന്ന് പറയാനുള്ളത്, ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് റബീഅ ബിൻ അബ്ദുള്ള എന്ന് പറയുന്ന സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഖുർആൻ വചനങ്ങളിൽ മഹത്വമുള്ളത് ഏതാണ് എന്ന്. ഖുർആൻ വചനങ്ങളിൽ ഏറ്റവും മഹത്വമുള്ള വചനം ഏതാണെന്ന് റബീഅ ബിൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. ഉടൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ആയത്തുൽ കുർസി. ആയത്തുൽ കുർസിയാണ് എന്ന്. വീണ്ടും ചോദിച്ചു, താങ്കളെ പിൻപറ്റുന്നവർക്ക് താങ്കൾ ശുപാർശ ചെയ്യുന്ന വചനം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നവർക്ക് ശുപാർശ ചെയ്യുന്ന വചനം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ചോദിക്കുകയാണ്. അപ്പോൾ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു കൊടുക്കുകയാണ്, സൂറത്തുൽ ബഖറയുടെ ഒടുവിലത്തെ 3 വചനങ്ങളായിരിക്കും. അതായത് രണ്ടാം അധ്യായം 284 ആയത്തും 285, 86 എന്നീ 3 വചനങ്ങളുടെ തുടർച്ചയായി 3 ദിവസം ഒരു വീട്ടിൽ ഓതിയാൽ ആ വീട്ടിൽ ശൈത്താൻ അടുക്കുകയില്ല. 284, 85, 86 വചനങ്ങൾ തുടർച്ചയായി 3 ദിവസം ഒരു വീട്ടിൽ ഓതിയാൽ ആ വീട്ടിൽ ശൈത്താൻ അടുക്കുകയില്ല എന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റബീഅ ബിൻ അബ്ദുള്ള എന്ന സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. അതുപോലെ കടുത്ത ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ ഒക്കെ ഉള്ളവരെ ആയത്തുൽ കുർസിയെയും സൂറത്തുൽ ബഖറയുടെ ഒടുവിലത്തെ 3 വചനങ്ങളെയും നിരന്തരമായി ഓതിയാൽ എത്ര കഠിന ബുദ്ധിമുട്ടായാലും അത് മാറിക്കിട്ടുമെന്ന് ഹബീബുനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വചനങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഓതുക. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വഇൻ തുബ്ദൂ മാ ഫീ അൻഫുസികും ഔ തുഹാഫു യുഹാസിബുകും ബിഹില്ലാഹ് فيغفر لمن يشاء ويعذب من يشاء والله على كل شيء قدير. آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله
لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أخطأنا ربنا ولا تحمل علينا حصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. ഈ 3 വചനമാണ് 284, 285, 286 എന്ന് പറഞ്ഞ വചനം ഖുർആനിൽ 2-ാം അധ്യായത്തിലാണ്. അത് നമ്മുടെ ജീവിതത്തിൽ 3 ദിവസം തുടർച്ചയായി നമ്മൾ ചൊല്ലിയാൽ നമ്മുടെ വീടുകളിൽ ശൈത്താൻ്റെ ഷർറുണ്ടാവുകയില്ല. കടുത്ത ബുദ്ധിമുട്ടുള്ളവരെ ആയത്തുൽ കുർസിയെയും സൂറത്തുൽ ബഖറയുടെ ഒടുവിലത്തെ 3 വചനങ്ങൾക്ക് പറഞ്ഞ ഈ 3 വചനം ആയത്തുൽ കുർസിയും ഓതിയാൽ അവൻ്റെ ബുദ്ധിമുട്ടുകൾ, കടുത്ത പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും. ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും അല്ലാഹു സ്വാലിഹത്തായ അമലാക്കി മാറ്റുമാറാവട്ടെ. ഞാൻ ഇന്ന് കണ്ടത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ്. നിങ്ങളും ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിവ് പകർന്നു നൽകൽ ഒരു സദഖയാണ്. ഒരു അറിവിനെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കൽ ഒരു സദഖയാണ്. അല്ലാഹുവേ, നാഫിയായ ഈമാൻ നൽകണേ ഞങ്ങൾക്ക്. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ പറഞ്ഞതും ഇത് കേട്ടതുമായ എല്ലാതും നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ ലോകത്തും പരലോകത്തും ഉപകരിക്കുന്ന അമാലുകളുടെ കൂട്ടത്തിൽ നീ ചേർക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, പ്രയാസങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ കടങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. മക്കളെ നീ സ്വാലിഹത്തായ മക്കളാക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, മരണപ്പെട്ടു പോയവരുണ്ട് ഞങ്ങൾ കുടുംബങ്ങളിൽ നിന്നും, ഞങ്ങളുടെ അയൽവാസികളിൽ നിന്നും, ഞങ്ങളുടെ ബന്ധുമിത്രാദികളിൽ നിന്നും ഞങ്ങളൊക്കെ മരണപ്പെട്ടു പോയവരുണ്ട്. അല്ലാഹുവിന്റെ ഖബറൊക്കെ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. ഖബർ ശിക്ഷകളെ നീ വിദൂരമാക്കി കൊടുക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ജീവിച്ചിരിക്കുന്നവർക്ക് ഖൈറും ബർക്കത്തും ഇസ്സത്തും നീ നൽകണേ അല്ലാഹ്. കച്ചവടം ചെയ്യുന്നവരുണ്ട് അല്ലാഹ്, അവർക്ക് ജോലിയിൽ അവിടെ കച്ചവടത്തിൽ ഖൈറും ബർക്കത്തും ഇസ്സത്തും നീ നൽകണേ അല്ലാഹ്. പ്രവാസികൾക്ക് നീ ഖൈറും ബർക്കത്തും നീ നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, പ്രവാസ ലോകത്ത് കഷ്ടപ്പെടുന്ന എത്രയോ മുഅ്മിനീങ്ങളുണ്ട് അല്ലാഹ്, അവർക്ക് നീ ഖൈർ നൽകണേ അല്ലാഹ്. അവിടെ ജോലിയിൽ നീ ഖൈറും ബർക്കത്തും ഇസ്സത്തും അഭിവൃദ്ധിയും നീ നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഉയർച്ച നീ നൽകണേ അല്ലാഹ്. നാടും വീടും വിട്ട് സ്വന്തം മക്കളെയും ഭാര്യയെയും മാതാപിതാക്കളെയും കൂട്ടുകാരെയും വിട്ടേച്ചുകൊണ്ട് വിദേശത്ത് പോയി കഷ്ടപ്പെടുന്ന പ്രവാസികൾക്ക് റബ്ബേ ആഫിയത്തുള്ള ദീർഘായുസ് നീ കൊടുക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ശമ്പളം കിട്ടാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട് അല്ലാഹ്, അവർക്ക് എത്രയും പെട്ടെന്ന് അവരുടെ ശമ്പളവും ജോലിയുടെ കൂലിയും എത്രയും പെട്ടെന്ന് കിട്ടുവാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്, അവിടെയൊക്കെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഉസ്താദുമാർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്ക് മരിച്ചു പോകാനുള്ളവരാണ്,
ഞങ്ങളുടെ ഈമാൻ നന്നാക്കണേ അല്ലാ, ആഖിബത്ത് നീ നന്നാക്കണേ അല്ലാ. കാമിലായ ഈമാനോട് കൂടി നീ മരിപ്പിക്കണേ അല്ലാ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മുത്ത് നബിയെ കണ്ട് സ്വർഗത്തിൻ്റെ ഫോട്ടം കണ്ട് മരിക്കാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാഹ്. റബ്ബേ, മരിക്കുന്നതിന് മുമ്പ് ഹബീബിൻ്റെ റൗളാ ശരീഫിൽ ഞങ്ങളെ എത്തിക്കണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണമെന്ന വസിയത്തോടെ, അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയായവർ ഇതൊക്കെ ചൊല്ലി നിങ്ങൾക്ക് ഉപകാരം കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ അറിയിക്കണമെന്നും വസിയത്തോടെ ഞാൻ അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളെനിക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്നും നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും എൻ്റെ പ്രാർത്ഥന ഉണ്ടായിരിക്കുമെന്നും ഞാൻ വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.